ഹായ് എവരിവൺ, ഡോക്ടർ ഷിഹാബ് ആനക്കലാണ്. പലരും ഫോണിലൂടെ വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രമേഹത്തിനുള്ള ചികിത്സ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പ്രമേഹത്തിനുള്ള ചികിത്സ ഞങ്ങൾ ഒരു കോംപ്രഹെൻസീവ് ഡയബറ്റിക് കെയറിലൂടെയാണ് നൽകുന്നത്. ആ ചികിത്സാ രീതികൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രമേഹത്തെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമേഹം സാധാരണയായി രണ്ട് തരത്തിലാണ് കണ്ടുവരുന്നത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, മറ്റേത് ടൈപ്പ് 2 ഡയബറ്റീസ്. പല രോഗികൾക്കും തങ്ങൾക്ക് ഏത് തരം പ്രമേഹമാണ് ഉള്ളതെന്ന് അറിയാറുമില്ല. അതിനാൽ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ടൈപ്പ് 1 പ്രമേഹം എന്നാൽ അത് ഏകദേശം ഒരു 5 മുതൽ 10% ആളുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് 90-95% ആളുകളുടെ, ഡയബറ്റിക് ഉള്ളവർ 90-95% ആളുകളും ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. ടൈപ്പ് 1 പ്രമേഹം സാധാരണയായി 30 വയസ്സിന് മുമ്പിലാണ് കാണാറുള്ളത്. എന്നാൽ ടൈപ്പ് 2 എന്നത് ഒരു 30 വയസ്സിന് ശേഷമൊക്കെയാണ് ശരീരത്തിൽ കാണപ്പെടാറുള്ളത്. ഇനി ഈ മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രമേഹം ഈ രോഗികൾ മെലിഞ്ഞവരായിരിക്കും, അതായത് അവരുടെ ഭാരം കുറവായിരിക്കും. അതേസമയം ടൈപ്പ് 2 രോഗികൾ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർക്കൊരു അമിതവണ്ണവും അതുപോലെ അവരുടെ ഭാരവും ചിലപ്പോൾ സാധാരണയേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ബെല്ലി ഫാറ്റ് അതുപോലെ തന്നെ കുടവയറും ഒക്കെ ഉള്ളവരായിരിക്കും, കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ളവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വ്യത്യാസം ടൈപ്പ് 1 രോഗികളിൽ ഇൻസുലിൻ്റെ അളവ് സാധാരണയേക്കാൾ കുറവായിരിക്കും. അതായത് അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ ടൈപ്പ് 2 രോഗികളിൽ ഇൻസുലിൻ്റെ അളവ് സാധാരണയോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇൻസുലിൻ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച ഉടനെ ആ ഭക്ഷണത്തിലെ പഞ്ചസാരയെയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അംശങ്ങളോ നമ്മളുടെ ആമാശയത്തിൽ നിന്ന് രക്തത്തിലേക്ക് എത്തുവാൻ തുടങ്ങും. ഈ പഞ്ചസാരയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ ആമാശയത്തിൽ നിന്ന് രക്തത്തിൽ എത്തുമ്പോൾ തന്നെ പാൻക്രിയാസ് എന്നൊരു ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ എന്ന ഒരു ഹോർമോൺ രക്തത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചസാരയുടെ ആവശ്യം രക്തത്തിലോ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലോ അല്ല, മറിച്ച് ആ ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചസാരയെ കോശങ്ങൾക്കുള്ളിലേക്ക് അയക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പഞ്ചസാരയെ കോശങ്ങൾക്കുള്ളിലേക്ക് അയക്കുന്ന ജോലി ഇൻസുലിൻ എന്ന ഈ ഹോർമോണാണ് ചെയ്യുന്നത്. നമ്മുടെ പേശികളിൽ ഇങ്ങനെ പഞ്ചസാര ഗ്ലൂക്കോസ് കടക്കുവാനായിട്ടുള്ള നമ്മളുടെ കോശങ്ങളിൽ നമ്മൾ ഇപ്രകാരം ഗ്ലൂക്കോസ് കടക്കുവാനായിട്ടുള്ള വാതിലുകളുണ്ട്. ആ വാതിലുകൾ തുറന്ന് ഈ ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് അയക്കുന്ന ജോലിയാണ് ഈ ഇൻസുലിൻ എന്ന ഹോർമോൺ ചെയ്യുന്നത്. ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മുടെ ഇൻസുലിൻ ചെന്നാൽ തുറക്കേണ്ട വാതിലുകൾ അഥവാ ഇൻസുലിൻ റിസപ്റ്ററുകൾ എന്നാണ് അവയെ പറയുന്നത്. അവയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കുക? ഇതിൻ്റെ ഫലമായി രക്തത്തിൽ പഞ്ചസാര കൂടുതൽ അടിഞ്ഞുകൂടുകയും അതിന് കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത്. ഈ വർദ്ധിച്ച രക്തത്തിലെ പഞ്ചസാര കാരണം നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ ഇത് വിപരീതമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം, വൃക്കകൾ, കണ്ണുകൾ, തലച്ചോറ് ഇവയിലേക്കുള്ള രക്തയോട്ടം ഇവയൊക്കെ ബാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി ശരീരത്തിൽ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഈ പ്രമേഹത്തിനും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഉള്ള ചികിത്സ ഞങ്ങൾ 5 രൂപത്തിലാണ് ചെയ്യുന്നത്. ആദ്യമായി ഇൻസുലിൻ റിസപ്റ്ററുകളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറയ്ക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായി കൂടുതൽ ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വരുന്നില്ല, മറിച്ച് നിലവിലുള്ള ശരീരത്തിൻ്റെ ഇൻസുലിനെ ശരീരത്തിന് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും, അഥവാ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾ ചെയ്യുന്നത്
പ്രമേഹത്തിനുള്ള ഒരു ഡയറ്റ് കിറ്റ് വഴിയാണ്. ഈ ഡയറ്റ് കിറ്റ് എന്നത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഫാറ്റ് ഇവയുടെ കൃത്യമായ ഒരു ബാലൻസ്, സന്തുലിതാവസ്ഥയിലുള്ള ഒന്നായിട്ടാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലൂടെ രോഗിയുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ നല്ല പോലെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായി രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഈ ദോഷഫലങ്ങളെ മാറ്റുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. വർദ്ധിച്ച പഞ്ചസാര കാരണം രക്തക്കുഴലുകൾ ഉണ്ടായ ഈ ദോഷഫലങ്ങളെ മാറ്റുവാൻ പഞ്ചകർമ്മ ചികിത്സകൾ പ്രത്യേകിച്ചും സഹായിക്കാറുണ്ട്. ഈ പഞ്ചകർമ്മ ചികിത്സകളിൽ നാം ചെയ്യുന്നത് സ്നേഹനം, സ്വേദനം, വസ്തി എന്നിങ്ങനെ 3 പ്രധാന ചികിത്സകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവ കോംപ്രിഹെൻസീവ് ഡയബറ്റിക് കെയറിൻ്റെ ഭാഗമായി രോഗികൾ, ഇത് എല്ലാവർക്കും ചെയ്യാറില്ല, പക്ഷേ ചെയ്യുന്നവർക്ക് കൂടുതൽ റിസൾട്ട്, പ്രത്യേകിച്ച് അകലങ്ങളിലുള്ളവർക്കൊക്കെ പഞ്ചകർമ്മ ചികിത്സകൾ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത രൂപത്തിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. അടുത്തത് മരുന്നുകളാണ്. ഞങ്ങൾ അത്തരം ആയുർവേദ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാൻക്രിയാസ് ബീറ്റാ കോശങ്ങൾക്ക് കൃത്യമായ ഒരു പോഷണം ലഭിക്കുകയും ചെയ്യുന്നു. അടുത്തത് എക്സസൈസുകളാണ്. ഞങ്ങൾ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകമായി ചില വ്യായാമങ്ങൾ ചെയ്യുവാൻ നിർദ്ദേശിക്കും. ഇത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാക്കുകയും ചെയ്യും. ഇവ തുടർച്ചയായി പാലിക്കുന്ന വഴി രോഗിയുടെ ശരീരത്തിൽ അനുകൂലമായ മാറ്റങ്ങളും കാണാൻ സാധിക്കും. ഇത് സ്ഥിരീകരിക്കുന്നതിനായി ഞങ്ങൾ തുടർച്ചയായി പരിശോധനകൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ 5ാമത്തെ കാര്യമെന്ന് പറയുന്നത്. ഈ പരിശോധനകൾ സാധാരണയായി ചെയ്യുന്നത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് സെൽഫ് മോണിറ്ററിങ് ചെയ്യുക, അതുപോലെ തന്നെ HbA1c നോക്കാം. ഇനി അതല്ലെങ്കിൽ CGM വഴിയും, അതും കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, അവ വഴിയും, അത് ഒരു ആപ്പിലൂടെ അവയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രമേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ധാരണ ലഭിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് കാണുമ്പോൾ നമുക്ക് നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രത്യേകിച്ച് കുറയ്ക്കുവാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചികിത്സകൾ ആരംഭിക്കുകയും ക്രമേണ പഞ്ചസാരയുടെ അളവ് കുറയുകയും ചെയ്ത് ഒരു ദിവസം ആ രോഗിയുടെ ശരീരത്തിന് എല്ലാ മരുന്നുകളിലും, അലോപ്പതി മരുന്നുകളിലാണെങ്കിലും ആയുർവേദ മരുന്നുകളിലാണെങ്കിലുമുള്ള ആശ്രയത്വം പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, അത്തരം സാഹചര്യത്തിൽ ആ രോഗികളെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനായി അയക്കുകയും ചെയ്യും. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നത് രോഗികൾക്ക് ഒരു 75 ഗ്രാം പഞ്ചസാര നൽകിയ ശേഷം രക്തത്തിലുണ്ടാകുന്ന പഞ്ചസാരയുടെ മാറ്റങ്ങൾ അളക്കുന്ന പരിശോധനയാണ്. ഒരാൾ പ്രമേഹത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടുണ്ടെങ്കിൽ ആ രോഗികളുടെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നെഗറ്റീവായി കാണപ്പെടുകയും ചെയ്യും. ഇത്തരം ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് പിന്നീട് മരുന്നുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് കോംപ്ലിക്കേഷനിൽ നിന്നും ഈ രൂപത്തിലാണ് ഞങ്ങൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടാതെ ഇനി ഞങ്ങൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള കയ്പമംഗലം എന്ന ഞങ്ങളുടെ സെൻറ്ററിലാണ്. അത് കൂടാതെ ഇനി ഈ തൃശ്ശൂർ ജില്ലയിലല്ല, പുറത്തുള്ളവർക്കാണെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച്, തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവരാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷമാണ് വരേണ്ടത്. മറ്റുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് അത് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. ഓൺലൈൻ കൺസൾട്ടേഷൻ സാധാരണ സൂമിലോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മുൻ പരിശോധനാ ഫലങ്ങളും നിലവിൽ കഴിക്കുന്ന മരുന്നുകളും ഇവയെല്ലാം അയച്ചു തരികയും അതിനുശേഷം ഓൺലൈനായിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകളും അതുപോലെ തന്നെ ചികിത്സകളും എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് ഞങ്ങൾ പ്രമേഹത്തിൻ്റെ ചികിത്സകൾ ചെയ്യുന്നതും അവയുടെ കോംപ്ലിക്കേഷനും അതുപോലെ തന്നെ പ്രമേഹത്തിനെ
എൻ്റെ ചികിത്സകൾ ചെയ്യുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുക.